ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഈ പ്രഭാതത്തിൽ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ സിവിൽ സർവീസസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥിനികൾ മരിച്ചു എന്ന വാർത്തയാണ്. ഓൾഡ് രാജേന്ദ്ര നഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു IAS കോച്ചിങ് സെന്ററിലാണ് ഈ അപകടം ഉണ്ടായത്. ഡൽഹി സർക്കാർ മജിസ്ട്രിയൽ എൻക്വയറിക്ക് ഉത്തരവിട്ടുവെന്നും പറയുന്നു. ഈ അപകട സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം. യഥാർത്ഥത്തിൽ സങ്കടകരമായ കാര്യമാണ്. സിവിൽ സർവീസസ് പരീക്ഷയുടെ ഉത്തുംഗങ്ങളിലെത്താൻ യാത്ര ചെയ്ത 3 പേർ ഇന്ന് മരണത്തിനിരയായി. അതും ബേസ്മെൻറ്റിൽ ഓട പൊട്ടി വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗുഡ് മോർണിംഗ് എന്ന് ഇന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കാൻ അതിന് തയ്യാറെടുക്കുന്നതിനായി IAS കോച്ചിങ്ങിനായി രാജ്യ തലസ്ഥാനത്ത് എത്തിയ 3 വിദ്യാർത്ഥികളാണ് ദാരുണമായി ഈ ഓടയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തി അതിൽ മുങ്ങി മരിക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തുള്ള ന്യൂ രാജേന്ദ്ര നഗറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ റാവൂസ് IAS സ്റ്റഡി സെൻറ്ററിലെ ബേസ്മെൻറ്റിലാണ് വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കാൻ ഇടയാക്കിയത്. ഈ രാജേന്ദ്ര നഗർ എന്നുള്ള മേഖല തന്നെ കൂടുതലായും IAS കോച്ചിങ് സെൻറ്ററുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ സാധാരണ രീതിയിൽ കെട്ടിടങ്ങളുടെ ബേസ്മെൻറ്റുകൾ അത് പാർക്കിംഗ് ഉദ്ദേശിച്ചാണ് ബേസ്മെൻറ്റുകൾ പണിയാറുള്ളത് എങ്കിലും ഇത്തരം കോച്ചിങ് സെൻറ്ററുകൾ അത് ലൈബ്രറികൾ ഒപ്പം തന്നെ സ്റ്റഡി റൂമുകൾ എന്നിവയായി ക്രമീകരിക്കുകയാണ് പതിവ്. അത്തരത്തിൽ തന്നെയായിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ക്രമീകരിച്ചിരുന്നത്. ഇന്നലെ 7:30 വൈകിട്ട് ഇവിടെ ശക്തമായ മഴ പെയ്തു. തുടർന്ന് ഓടയിലെ വെള്ളം പൊട്ടി ഈ ബേസ്മെൻറ്റിനകത്തേക്ക് നിറയുകയായിരുന്നു. അതിവേഗം തന്നെ വെള്ളം നിറഞ്ഞു. 20ഓളം കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതിൽ 14 പേരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. ഉടൻ തന്നെ എത്തി എന്നാണ് ഫയർഫോഴ്സും അറിയിക്കുന്നത്. എന്നാൽ തുടർന്ന് 3 വിദ്യാർത്ഥികളെ കാണാതായതായി സഹപാഠികൾ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. സംഭവ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതായത് 4 അടിയോളം വെള്ളം ഇപ്പോഴും ഈ ബേസ്മെന്റിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അത്രത്തോളം വലിയ തോതിൽ വെള്ളം ഇവിടെ അതിവേഗം നിറഞ്ഞതാണ് അപകടത്തിന് ഇടയാക്കിയത്. ഈ കുട്ടികളാകട്ടെ അതിവേഗം വെള്ളം നിറഞ്ഞ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാൻ കഴിയാത്ത നിലയിലേക്ക് മാറുകയായിരുന്നു. അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ മരണം സംഭവിച്ചത്. ഇപ്പോഴും ഫയർഫോഴ്സും പോലീസും വലിയ തോതിൽ തന്നെ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഈ വെള്ളം ബേസ്മെന്റിലുള്ള വെള്ളം പമ്പ് ഉപയോഗിച്ച് അടിച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഡൽഹി മന്ത്രിമാർ അടക്കമുള്ള ഉന്നതർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഡൽഹി മേയർ ഷെല്ലി ഒബ്രോയ് സന്ദർശിച്ചിട്ടുണ്ട്. മന്ത്രി അതിഷി എത്തി. കൂടാതെ ഈ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഇന്നലെ രാത്രി തന്നെ ശുപാർശ ചെയ്ത് 24 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഡൽഹി പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. DCP M ഹർഷവർദ്ധന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വറ്റിക്കുന്നതിനും മറ്റ് തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കുമായി കൂടുതൽ സംഘങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ കോച്ചിങ് സെന്ററിന് പുറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥ ഈ അപകടത്തിന് ഇടയാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇതിന് സ്ഥിരമായ പരിഹാരം വേണമെന്നും ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം നിറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വാട്ട് ആർ യുവർ ഡിമാൻഡ്? ഇവർ സംസാരിക്കാൻ പോലും തയ്യാറല്ല. ശക്തമായ പ്രതിഷേധം തന്നെയാണ്. ഇവരുടെ സഹപാഠിയായ 3 വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം 200 വിദ്യാർത്ഥികളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഇവരോട് ഈ പ്രതിഷേധം ഒഴിവാക്കണമെന്നും രക്ഷാപ്രവർത്തനത്തെ പോലും അത് ബാധിക്കുന്നുണ്ട് എന്നും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ രാത്രി ഈ സംഭവം നടന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിരുന്നു. പിന്നീട് ഇവർ പ്രതികരിക്കാൻ എന്തായാലും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്.
ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവർ ആരും പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സംഭവം നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിന് കൂടി വഴിവെച്ചിരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി BJPയും ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ട്. ഇത് ഉത്തരവാദി സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, ഒപ്പം തന്നെ കൗൺസിലർ ഡൽഹി MCD ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയാണെന്ന ആരോപണവുമായാണ് BJP നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല എന്നും കാലങ്ങളായി ഇതേ സ്ഥിതിയാണ്, ഇത്രയും കാലം MCD ഭരണത്തിലുണ്ടായിരുന്ന BJPയാണ് ഇതിന് ഉത്തരവാദി എന്നുമാണ് ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. എന്തായാലും സംഭവ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SK. ഓക്കെ, എന്തായാലും സങ്കടകരമായ കാര്യമാണ്. റാവുസ് അക്കാദമിയിലാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാവുസ് അക്കാദമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IAS-കാരെ പടച്ചുവിട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. വലിയ ഖ്യാതി നേടിയ സ്ഥാപനം തന്നെയാണ് ഡൽഹി. റാവുസ് അക്കാദമിയിൽ IAS പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരെ പ്രതീക്ഷയോടെയും അഭിമാനത്തോടെയും കാണുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ബേസ്മെൻറ്റിലാണ് വെള്ളം കയറി 3 വിദ്യാർത്ഥികൾക്ക് ദാരുണമായ അന്ത്യമുണ്ടായത്. ബേസ്മെൻറ്റ് ഇപ്പോൾ ഈ പറയുന്ന രാജേന്ദ്ര നഗർ, ഇത് ഒരുപാട് IAS-കാരെ നിർമ്മിച്ചിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് IAS അക്കാദമികൾ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ റാവുസ് അക്കാദമിയുടെ ബേസ്മെൻറ്റിൽ യഥാർത്ഥത്തിൽ ഈ ഓടയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം കയറി ഈ IAS പ്രതീക്ഷയുമായി എത്തിയ 3 കുട്ടികൾക്ക് അന്ത്യമുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്തയായിട്ട് അത് മാറുന്നു. ഡൽഹിയിൽ, രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? മാത്രമല്ല ഇത് പലപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഇത് പരാതിയായി പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും എടുക്കാത്തതിൻ്റെ ബലിയാടായിട്ടാണ് 3 കുട്ടികൾക്ക് ഇപ്പോൾ അന്ത്യമുണ്ടായിരിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ കനത്ത മഴയായിരുന്നു. ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസസ് അക്കാദമിയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നറിയാം. കഴിഞ്ഞ രാത്രി 7 മണിയിലാണ്, ഇന്നലെയാണ് രാത്രി 7 മണിക്കായിരുന്നു ഈ സംഭവം. ഈ കോച്ചിങ് സെൻ്റർ ബേസ്മെൻറ്റിലേക്ക് അപകടകരമാമിതം വെള്ളക്കെട്ടുണ്ടായതാണ് ഈ കുട്ടികളുടെ മരണത്തിന് കാരണമായത് എന്നുകൂടി നമ്മൾ അറിയുന്നു. ചില പ്രേക്ഷകരൊക്കെ അതിൽ മലയാളികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മുടെ അറിവിൽ ഇപ്പോൾ അതിൽ മലയാളികളൊന്നും ഇല്ല. എന്തായാലും 3 മനുഷ്യജീവനുകൾ വളരെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഇല്ലാതായി എന്നുള്ളത് നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണോ നമുക്ക് അന്ത്യം സംഭവിക്കേണ്ടത്? കാരണം പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ താമസിക്കുന്ന ബേസ്മെൻറ്റിലേക്ക് ഈ ഓടയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം കയറി ദൗർഭാഗ്യകരമായ അന്ത്യമുണ്ടാകുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പം ഒരു അന്വേഷണം ഉണ്ടാകും. കുറേ കാലം ഈ റിപ്പോർട്ട് ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിൽ പൊടി പിടിച്ച് ഇരിക്കും. അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുക. അടുത്ത ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും പറയും ഇതൊക്കെ സൂക്ഷിക്കണം, നടപടിയെടുക്കും എന്നൊക്കെ പറയും.